ഇതുപോലൊരു മുടിഞ്ഞ മാർച്ചിന്റെ തുടക്ക ദിവസങ്ങളിലൊന്ന് അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 76-ൽ നക്സൽ വേട്ട എന്ന വ്യാജത്തിൽ ജയറാം പടിക്കലിന്റെ പോലീസ് കോഴിക്കോട് RECയിൽ ഇതുപോലൊരു സമർത്ഥനായ വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോകുന്നതും അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ കക്കയം ക്യാമ്പ് എന്ന നരകത്തിൽ ഉരുട്ടിയതും കൊന്നുകളഞ്ഞതൊക്കെ കേരള രാഷ്ട്രീയ ചരിത്രമാണ്. അന്നൊരച്ഛൻ ഉറങ്ങാതെ മകനെ തേടി കണ്ണീര് വറ്റിക്കുഴിഞ്ഞ് കണ്ണുമായി എന്റെ മകനെവിടെ എന്ന കൊടുംനീറ്റലിൽ അവന്റെ ശവം കളഞ്ഞത് എവിടെയാണെന്നെങ്കിലും പറ എന്നൊരു തീരാവേദനയുമായി അധികാരത്തിന്റെ ഇടനാഴികളൊക്കെ അലഞ്ഞതും ഒടുവിൽ ആ വേദനയിൽ തന്നെ ഉരുകി അവസാനിച്ചതൊക്കെ ഓർമ്മകളുടെ ഒരിക്കലും മാറാത്ത വേദനയാണ്. അന്ന് പടിക്കലും പുലിക്കോടനും അടക്കം രാജിന് കൊടുത്ത പീഡാനുഭവങ്ങൾ, ക്രൂരമർദ്ദനങ്ങൾ, ശ്വാസം മുട്ടിയറിഞ്ഞ ഈച്ചരവായർ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മരിക്കുമ്പോൾ കുറച്ച് വെള്ളമെങ്കിലും എന്റെ പൊന്നോമന പുത്രന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഇറ്റിച്ചു കൊടുത്തുകൂടായിരുന്നോ കൊന്നവർക്ക്? 76-ൽ നിന്ന് 48 വർഷങ്ങൾക്കിപ്പുറം അതുപോലൊരു മുടിഞ്ഞ മാർച്ചിൽ കയ്യിലിരുന്ന് കണ്ണീരിൽ കുതിർന്ന് വിറയ്ക്കുന്ന ഓമനപുത്രന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കി ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും, കൊന്നു കഴിവേറ്റ് മുൻപ് ഞങ്ങളുടെ കുട്ടിക്കിത്തിരി വെള്ളം കൊടുത്തുകൂടായിരുന്നോ മക്കളെ? നവോത്ഥാന കേരളമെന്നും പുരോഗമനെന്നും മനുഷ്യാവകാശ ജാഗ്രത എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചൊരു പഴയ കേരളം ചത്തുകുഴിച്ചിട്ട കുഴിമാടത്തിൽ നാട്ടിയ അടയാളക്കല്ലാണ് ചങ്ക് പൊട്ടിയ തീച്ചോദ്യം. അങ്ങേയറ്റം ക്രൂരമായി മുന്നിലും പിന്നിലും, കൈകളിലും കാലുകളിലും, കഴുത്തിലും നെഞ്ചിലും നാഭിയിലും അടക്കം കരിനീലിച്ചങ്ങനെ കിടപ്പായിരുന്ന ഒരു സമർത്ഥനായ വിദ്യാർത്ഥി അവനെ പട്ടിയെ തല്ലും പോലെ വലിച്ചിഴച്ച ക്രൂരഭേദ്യം ശവതുല്യ മൗനത്തിൽ കണ്ടുവന്ന 140 എണ്ണത്തിൽ ഒറ്റ ഒരുത്തൻ ഇപ്പോഴും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ലെങ്കിൽ അധികാരത്തിന്റെ ഊക്കിൽ പേടിയുടെ ഒരു പരമാധികാര തുരുത്താണ്. അതൊരു കലാലയമല്ല, നരകമാണ്. ആ നരകത്തിൽ ഈ നീണ്ട നീണ്ട മണിക്കൂറുകൾ അത്രയും ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി എല്ലാവരും കാണുക കൊല്ലാക്കൊല ചെയ്ത് ദിവസം 2 ആഹാരം നിഷേധിച്ച് ഹോസ്റ്റൽ മുറിയിൽ അടച്ചത് സാറന്മാരും ഡീനും അറിഞ്ഞില്ലെന്ന് കേരളത്തോട് പറയല്ലേ നാരായണ? കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്നവരാണ്, പുറത്താക്കണം. ഇല്ലെങ്കിൽ ആ പൂക്കോട്ടെ വികാരമില്ലാത്ത യന്ത്രക്കുട്ടികളെ വിട്ടേക്ക്. കട്ടച്ചോര കയ്യിൽ പുരണ്ട അവിടുത്തെ SFI നേതാക്കളെയും വിട്ടേക്ക്. ശരീരത്തിൽ സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങി ഓരോ അടിക്കും പകരം ചോദിക്കാൻ രാഷ്ട്രീയ ഭേദമെന്ന് യുവാക്കൾ തെരുവിൽ നീതിക്ക് ദാഹിക്കുന്ന സമരമായി ഇരമ്പണം. ആ രോഷത്തിൽ ആ പൂക്കോട്ടെ പേടിയുടെ പരമാധികാര തുരുത്ത് പൊളിഞ്ഞു വീഴണം. അടങ്ങണം അട്ടഹാസം, ഇടുത്തി വീണ് ഇനി ഒരിക്കലും പൊന്താത്തവണ്ണം നശിച്ചു വീഴണം കൊടിമരങ്ങൾ, ആസക്ത ഹിംസയുടെ ചോരപ്പതാക. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.